മൂന്നാറിന്റെ വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെ അവരുടെ കാർ നീങ്ങിക്കൊണ്ടിരുന്നു. പുറത്ത് പുകമഞ്ഞ് പുതച്ച മലനിരകൾ. കാറിനുള്ളിൽ അന്ന് പാട്ടും ചിരിയും മാത്രമായിരുന്നു. 20 വയസ്സുകാരിയായ അനന്യ തന്റെ ഫോണിൽ അച്ഛന്റെയും അമ്മയുടെയും കുസൃതി കാട്ടുന്ന അനിയന്റെയും സെൽഫികൾ എടുത്ത് പകർത്തുന്ന തിരക്കിലായിരുന്നു. അച്ഛാ, ഈ ട്രിപ്പ് എക്കാലത്തെയും മികച്ചതായിരുന്നു കേട്ടോ, അനന്യ ആവേശത്തോടെ പറഞ്ഞു. അച്ഛൻ ചിരിച്ചുകൊണ്ട് സ്റ്റിയറിംഗിൽ അമർത്തിപ്പിടിച്ചു. അമ്മ പിന്നിലിരുന്ന് അവളുടെ തലയിൽ തലോടി. അടുത്ത അവധിക്കാലത്തെക്കുറിച്ചുള്ള വലിയ പ്ലാനുകളിലായിരുന്നു അനിയൻ. പെട്ടെന്നാണ് ആ മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും ആ കാഴ്ച മങ്ങിയത്. എതിരെ വന്ന ലോറിയുടെ വെളിച്ചം കണ്ണുകളെ അന്ധമാക്കി. ഒരു വലിയ ശബ്ദം, ലോഹങ്ങൾ കൂട്ടിയിടിക്കുന്ന ഭീകരമായ മുരൾച്ച. പിന്നെ എല്ലാം നിശബ്ദമായി. ദിവസങ്ങൾ നീണ്ട ഇരുട്ടിനു ശേഷം അനന്യ കണ്ണു തുറന്നത് ആശുപത്രിയുടെ വെളുത്ത ചുവരുകളിലേക്കായിരുന്നു. മരുന്നിന്റെ മണമുള്ള ആ മുറിയിൽ അവൾ ആദ്യം തിരഞ്ഞത് അച്ഛന്റെ കൈകളെയായിരുന്നു. പക്ഷേ ചുറ്റും നേഴ്സുമാരുടെ മുഖങ്ങൾ മാത്രം. മെല്ലെ മെല്ലെ ആ കൈപ്പേറിയ സത്യം അവൾ തിരിച്ചറിഞ്ഞു. ഇനിയൊരിക്കലും അച്ഛന്റെ വിരലുകളിൽ തൂങ്ങാനോ അമ്മയുടെ മടിയിൽ തലചായ്ക്കാനോ അനിയനുമായി വഴക്കിടാനോ അവൾക്കാവില്ല. മഞ്ഞുമൂടിയ ആ രാത്രിയിൽ അവൾക്ക് തന്റെ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെ മുറിവുകളേക്കാൾ അവളെ വേദനിപ്പിച്ചത് മനസ്സിലെ ശൂന്യതയായിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ച അവൾ ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കി. തന്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ സ്വപ്നം പോലെ നടന്നു നീങ്ങിയവൾ ഇപ്പോൾ ഒരു ചെറിയ വീൽ ചെയറിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു. വീട്ടിലെ വലിയ സ്വത്തുക്കളോ ബാങ്ക് ബാലൻസോ ഒന്നും അവൾക്ക് ആശ്വാസം നൽകിയില്ല. എന്തിനാ എന്നെ മാത്രം ബാക്കി വെച്ചത്? അവൾ ശൂന്യതയിലേക്ക് നോക്കി അലറി. അനന്യ ഇപ്പോൾ പഴയ അനന്യയല്ല. അവളുടെ ഉള്ളിലെ ചിരി മാഞ്ഞു പോയിരിക്കുന്നു. സ്നേഹത്തോടെ അടുത്തു വരുന്നവരോടെല്ലാം അവൾ ദേഷ്യപ്പെട്ടു. ശുശ്രൂഷിക്കാൻ വരുന്ന നഴ്സുമാരെയും ഡോക്ടർമാരെയും അവൾ വെറുപ്പോടെ നോക്കി. അച്ഛൻ പടുത്തുയർത്തിയ ആ വലിയ ബംഗ്ലാവിൽ അനന്യ ഇപ്പോൾ തടവിലാക്കപ്പെട്ട ഒരു രാജകുമാരിയെ പോലെയാണ്. കൂട്ടിന് മേരി എന്ന ഹോം നേഴ്സ് മാത്രം. അനന്യ എറിയുന്ന മരുന്നുകുപ്പികളും ആഹാരപാത്രങ്ങളും മേരി നിശബ്ദമായി സഹിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് മരിക്കണം, അതിന് വിടൂ എന്നെ എന്ന് അനന്യ അലറുമ്പോൾ മേരി വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടാൻ ശ്രമിക്കും. പക്ഷേ ആ സ്പർശനം പോലും അനന്യയ്ക്ക് വെറുപ്പായിരുന്നു. അനന്യയുടെ സ്വഭാവം കാരണം ബന്ധുക്കളെല്ലാം ഓരോരുത്തരായി അകന്നു. അവൾക്ക് പണത്തിന്റെ അഹങ്കാരമാണ്, ആരോടും ബഹുമാനമില്ല എന്നവർ പുറമെ പറഞ്ഞു നടന്നു. എന്നാൽ സത്യത്തിൽ അവളുടെ ഉള്ളിലെ ഉണങ്ങാത്ത മുറിവുകളെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ ആകെ വരുന്നത് അച്ഛന്റെ ജ്യേഷ്ഠനായ രഘു മാത്രമായിരുന്നു. അനന്യയ്ക്ക് അച്ഛന്റെ മുഖഛായയുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ പോലും ഇപ്പോൾ വേദനയാണ്. നീ എന്തു പറഞ്ഞാലും എനിക്ക് വിഷമമില്ല മോളെ. നിന്റെ അച്ഛൻ എനിക്ക് ഏൽപ്പിച്ചു തന്ന നിധി നീയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങും. ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ അനന്യ ചിന്തിക്കും, ഈ വലിയ വീട്ടിൽ ഇത്രയും പണത്തിന്റെ നടുവിൽ താൻ എത്രമാത്രം ദരിദ്രയാണെന്ന്. സ്നേഹിക്കാൻ ആരുമില്ലാത്തവൾ, നടക്കാൻ കഴിയാത്തവൾ, വിധി തന്നെ നോക്കി പരിഹസിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ ഇരിക്കെയാണ് ഹോം നേഴ്സ് മേരി വഴി ആര്യൻ എന്ന ചെറുപ്പക്കാരൻ അവിടെ എത്തുന്നത്. പാരമ്പര്യ വൈദ്യത്തിൽ അറിവുള്ള, ശാന്തനെങ്കിലും ദൃഢനിശ്ചയമുള്ള ഒരു യുവാവ്. അനന്യയുടെ മുറിയിലേക്ക് ആദ്യമായി അവൻ കടന്നു ചെന്നപ്പോൾ അവൾ ജനാലയ്ക്കൽ പുറംതിരിഞ്ഞിരിക്കുകയായിരുന്നു. നമസ്കാരം അനന്യ, ഞാൻ ആര്യൻ, നിങ്ങളെ ചികിത്സിക്കാൻ വന്നതാണ്, അവൻ ശാന്തമായി പറഞ്ഞു. അനന്യ വീൽ ചെയർ തിരിച്ച് അവനെ ഒന്ന് നോക്കി. പരിഹാസം നിറഞ്ഞ ഒരു ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. ചികിത്സിക്കാനോ? ലോകത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വിധിയെഴുതിയതാ എനിക്കിനി നടക്കാൻ കഴിയില്ലെന്ന്. അപ്പോഴാണ് ഒരു മുറിവൈദ്യൻ, എന്റെ പണം കണ്ടിട്ടാണോ നീ വന്നത്? എങ്കിൽ എത്ര വേണമെന്ന് പറ, അത് തരാം. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. അവളുടെ ആക്രോശത്തിന് മുന്നിലും ആര്യം കുലുങ്ങിയില്ല. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പണം വേണ്ട അനന്യ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ ഈ തളർച്ച മനസ്സിന്റേതാണ്. ശരിയായ ചികിത്സയും വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഈ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽപ്പിക്കും. അവൾ ഉറക്കെ ചിരിച്ചു. എഴുന്നേൽപ്പിക്കുമല്ലേ? ശരി, എങ്കിൽ നമുക്കൊരു പന്തയം വെക്കാം. നീ എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുകയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം നിനക്ക് എഴുതിത്തരാം. സമ്മതമാണോ? അനന്യ പരിഹാസത്തോടെ ചോദിച്ചു. ആര്യന്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രം വിരിഞ്ഞു. എനിക്ക്
നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നും വേണ്ട. നിങ്ങളെ പഴയ പോലെ ഓടി നടക്കാൻ പ്രാപ്തയാക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. വാചകമടി നിർത്തൂ, അനന്യ തറപ്പിച്ചു പറഞ്ഞു. ഞാൻ നിനക്ക് 6 മാസം സമയം തരുന്നു. അതിനുള്ളിൽ എന്നെ നടത്താൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്. സമ്മതം, ആര്യൻ ഉറപ്പിച്ചു പറഞ്ഞു. നാളെ മുതൽ നമ്മൾ തുടങ്ങുന്നു. അനന്യയ്ക്ക് അതൊരു തമാശയും പരിഹാസവുമായിരുന്നു. എന്നാൽ ആര്യന് അതൊരു പോരാട്ടമായിരുന്നു. ആര്യന്റെ ചികിത്സ വെറും ഒരു മരുന്നിലോ മസാജിലോ ഒതുങ്ങുന്നതായിരുന്നില്ല. അവൻ അവളുടെ മനസ്സിനെയാണ് ആദ്യം ചികിത്സിച്ചത്. ഓരോ ദിവസവും പുലർച്ചെ അവൻ അവളെ മുറ്റത്തെ മല്ലിക പന്തലിന് താഴെ എത്തിക്കും. പ്രകൃതിയുടെ ശബ്ദങ്ങളും തണുത്ത കാറ്റും അവളുടെ ഉള്ളിലെ കഠിനമായ മരവിപ്പിനെ പതുക്കെ ഉരുക്കാൻ തുടങ്ങി. അനന്യ പോലും അറിയാതെ അവളിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അനന്യ കടുത്ത നിസ്സഹരണത്തിലായിരുന്നു. ആര്യൻ നൽകുന്ന കൈപ്പുള്ള കഷായങ്ങൾ അവൾ വലിച്ചെറിഞ്ഞു. പക്ഷേ അവൻ ക്ഷമയോടെ വീണ്ടും അത് തയ്യാറാക്കി നൽകി. ചികിത്സയ്ക്കിടയിൽ അവൻ പണ്ട് അവളുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ള കഥകളും അവളുടെ കുട്ടിക്കാലത്തെ കുസൃതികളും രഘു വല്യച്ഛനിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് അവളോട് പറയുമായിരുന്നു. 1.5 മാസം കഴിഞ്ഞ ഒരു പുലർച്ചെ ആര്യൻ അവളുടെ പാദങ്ങളിൽ എണ്ണ പുരട്ടി തടവുകയായിരുന്നു. പെട്ടെന്ന് അനന്യ ഒന്ന് ഞെട്ടി. തന്റെ തളർന്ന കാൽവിരലുകളിൽ ഒരു ചെറിയ തരിപ്പ്. മാസം ഇത്രയായിട്ടും ആദ്യമായാണ് അവൾക്ക് തന്റെ ശരീരത്തിൽ ഒരു സ്പർശനം തിരിച്ചറിയാൻ കഴിയുന്നത്. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ആര്യൻ തല ഉയർത്തി ചിരിച്ചു. ഇതാണ് തുടക്കം അനന്യ. നിങ്ങളുടെ ഞരമ്പുകൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ആ മാറ്റം അവളുടെ സ്വഭാവത്തിലും പ്രതിഫലിച്ചു തുടങ്ങി. മേരിയോടും രഘുവല്യച്ഛനോടും ഉണ്ടായിരുന്ന ദേഷ്യം പതിയെ കുറഞ്ഞു. മുറിയിൽ അടച്ചിരുന്നവൾ ഇപ്പോൾ വീൽചെയറിലിരുന്ന് പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഹാപ്പി ന്യൂ ഇയർ. അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണീരിന് പകരം ഞാൻ നടക്കും എന്നൊരു നിശ്ചയദാർഢ്യം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. ജീവിതം അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്ന് എവിടെയോ ഒരു പ്രതീക്ഷയുടെ നാവ് മുളപ്പൊട്ടുന്നത് അവൾ തിരിച്ചറിഞ്ഞു. ആര്യന്റെ ശാന്തമായ സംസാരവും അവളിലുള്ള അവന്റെ വിശ്വാസവും അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പുറമേക്ക് അവൾ അത് പ്രകടിപ്പിച്ചില്ല. പക്ഷേ അനന്യയുടെ ഈ മാറ്റങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ. അവളുടെ രഘുവല്യച്ഛൻ. അനന്യയുടെ കാലുകൾക്ക് ചെറിയ ചലനം വന്നതും അവളുടെ മുഖത്ത് പ്രതീക്ഷയുടെ വെളിച്ചം കണ്ടതും രഘുവിനെ തെല്ലൊന്നുമല്ല പരിഭ്രാന്തനാക്കിയത്. അനന്യ എന്നും ആ വീൽചെയറിൽ തന്നെ ഇരിക്കണമെന്നും അവളുടെ സ്വത്തുക്കൾ തന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും അയാൾ രഹസ്യമായി ആഗ്രഹിച്ചിരുന്നു. അന്ന് വൈകുന്നേരം രഘു അനന്യയുടെ മുറിയിലെത്തി. ആര്യൻ നൽകിയ മരുന്നുകൾ നോക്കി അയാൾ മുഖം ചൊളിച്ചു. അനന്യ, മോളെ, നീ എന്തിനാ ഈ വേഷം കെട്ടുകാരെ വിശ്വസിക്കുന്നത്? ഇവൻ നിന്നെ പറഞ്ഞു പറ്റിച്ച് ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാൻ നോക്കുകയാണ്. വലിയ ഡോക്ടർമാർ കഴിയാത്തതാണ് ഇവൻ ചെയ്യുന്നത്. വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടി നിന്റെ ആരോഗ്യം കൂടി കളയാനേ ഇത് ഉപകരിക്കൂ. അനന്യ ശാന്തതയോടെ മറുപടി പറഞ്ഞു. പക്ഷേ വല്യച്ഛ, എനിക്ക് മാറ്റം തോന്നുന്നുണ്ട്. എന്റെ കാലുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് പോലെ. അനന്യയുടെ വാക്കുകൾ രഘുവിനെ ചൊടിപ്പിച്ചു. പുറത്തിറങ്ങി അയാൾ ആര്യനെ തടഞ്ഞു നിർത്തി. നോക്കടാ, നിന്റെ കയ്യിലിരിപ്പ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്റെ മോളുടെ സ്വത്ത് കണ്ടിട്ടാണ് നിന്റെ ഈ ചികിത്സയെങ്കിൽ അതിവിടെ നടക്കില്ല. മര്യാദയ്ക്ക് കെട്ടുമെടുത്ത് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. രഘുവിന്റെ ശബ്ദത്തിൽ ഭീഷണിയുടെ സ്വരമായിരുന്നു. ആര്യൻ ഒന്ന് പതറി. പക്ഷേ മുറിക്കുള്ളിൽ നിന്നും അനന്യയുടെ ശബ്ദം ഉയർന്നു. ആര്യൻ എങ്ങോട്ടും പോകുന്നില്ല വല്യച്ഛ. വീൽചെയർ ഉന്തിക്കൊണ്ട് വാതിൽക്കൽ വന്ന അനന്യ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു പ്രതീക്ഷ തോന്നി തുടങ്ങിയത് ആര്യൻ വന്ന ശേഷമാണ്. എല്ലാവരും എന്നെ തളച്ചിടാൻ നോക്കിയപ്പോൾ എനിക്ക് നടക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച ഒരേ ഒരാൾ ഇദ്ദേഹമാണ്. ആര്യൻ ഇവിടെ തന്നെ കാണും. എന്റെ ചികിത്സ തുടരും. രഘുവിന്റെ മുഖം വിളറി. തന്റെ തന്ത്രങ്ങൾ പാടുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. എന്നാൽ ആര്യന്റെ കണ്ണുകളിൽ ഒരു പുതിയ കരുത്തു തെളിഞ്ഞു. തന്നെ വിശ്വസിക്കുന്ന ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവൻ ഉറപ്പിച്ചു. രഘു തന്റെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അനന്യ തന്നെ എതിർത്ത് സംസാരിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ജനാലയിലൂടെ മുറ്റത്ത് ആര്യന്റെ നിർദ്ദേശപ്രകാരം വ്യായാമം ചെയ്യാൻ ശ്രമിക്കുന്ന അനന്യയെ അയാൾ നോക്കി. അയാളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. മനസ്സിൽ അയാൾ സ്വയം പറഞ്ഞു, അനന്യ,
നീ വലിയ മിടുക്കിയാകാൻ നോക്കണ്ട. ആ മഞ്ഞു വീണ രാത്രിയിൽ മൂന്നാറിന്റെ കൊക്കയിലേക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും അനിയനെയും തള്ളിവിട്ടത് ഞാനാണെന്ന് നീ അറിഞ്ഞില്ലല്ലോ. നിന്റെ കുടുംബത്തെ മുഴുവൻ തീർക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീൽചെയറിൽ കിടക്കുന്ന നിന്നെ ഒതുക്കാൻ എനിക്ക് എത്ര നേരം വേണം? അതെ, ആ ആക്സിഡന്റ് വെറുമൊരു അപകടമായിരുന്നില്ല. രഘു ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. ആ വണ്ടിയിൽ അനന്യയും മരിക്കുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷേ വിധി അവളെ മാത്രം ബാക്കി വെച്ചു. ഇപ്പോൾ അവൾ നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ തന്റെ പ്ലാനുകളെല്ലാം പൊളിയുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അനന്യ ആര്യനെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് തടഞ്ഞേ മതിയാകൂ. തന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് ആര്യനെ വകവരുത്തണോ അതോ അനന്യയ്ക്ക് വല്ല അപകടവും സംഭവിക്കണോ എന്നായിരുന്നു അയാളുടെ ചിന്ത. പുറത്ത് അനന്യ ഒരു ചെറിയ ചുവട് വയ്ക്കാൻ ശ്രമിക്കുന്നതും ആര്യൻ അവൾക്ക് താങ്ങായി നിൽക്കുന്നതും രഘു നോക്കി നിന്നു. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു. പണത്തിനു വേണ്ടി സ്വന്തം ചോരയെ പോലും ചതിച്ച അയാൾ തന്റെ അടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. രഘു വല്യച്ഛന്റെ വാക്കുകളിൽ പണ്ടില്ലാത്ത ഒരു പതർച്ച അനന്യ കണ്ടു തുടങ്ങി. ആര്യൻ ഓരോ തവണ പുതിയ ചികിത്സാ രീതികൾ പരീക്ഷിക്കുമ്പോഴും അവൾക്ക് പുരോഗതി ഉണ്ടാകുമ്പോഴും രഘുവിന്റെ മുഖം മങ്ങുന്നത് അവൾ ശ്രദ്ധിച്ചു. രഘുവിന്റെ ഉള്ളിലെ ഭയം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം മറ്റൊരു രോഗിക്കുള്ള മരുന്നുകൂട്ടുമായി ധൃതിയിലിറങ്ങിയ ആര്യൻ പകുതി ദൂരം എത്തിയപ്പോഴാണ് തന്റെ ബാഗിലെ പ്രധാനപ്പെട്ട ഒരു ഔഷധക്കൂട്ട് അനന്യയുടെ വീട്ടിൽ മറന്നുവെച്ച കാര്യം ഓർത്തത്. അവൻ വേഗത്തിൽ വണ്ടി തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ മുൻവാതിൽ അടച്ചിരുന്നില്ല. അകത്ത് കയറിയ അവൻ അനന്യയുടെ മുറിക്ക് സമീപം എത്തിയപ്പോൾ കണ്ട കാഴ്ച, മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ രഘുവല്യച്ഛൻ വളരെ ജാഗ്രതയോടെ അനന്യയുടെ കട്ടിലിനടുത്തുള്ള മേശക്കരികിൽ നിൽക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന അനന്യയെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്ത് ആര്യൻ തയ്യാറാക്കി വെച്ച കഷായത്തിലേക്ക് അയാൾ അത് വിതറുകയാണ്. അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് ഭയത്തേക്കാൾ ഉപരി ഒരുതരം ക്രൂരമായ ലാഘോടെയുള്ള ഭാവമായിരുന്നു. ആര്യന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. താൻ കഠിനാധ്വാനം ചെയ്ത് ഉണർത്തിയെടുത്ത അനന്യയുടെ ഞരമ്പുകളെ വീണ്ടും തളർത്താനുള്ള എന്തോ ഒന്നാണ് അയാൾ ആ മരുന്നിൽ കലർത്തിയത്. ആര്യൻ ആ നിമിഷം മുറിക്കുള്ളിലേക്ക് കയറിയില്ല. പകരം രഘു മുറിയിൽ നിന്നും പുറത്തിറങ്ങി തന്റെ മുറിയിലേക്ക് പോകുന്നത് വരെ അവൻ ഇരുട്ടിൽ മറഞ്ഞു നിന്നു. രഘു കാഴ്ചയിൽ നിന്ന് മറഞ്ഞതും ആര്യൻ പൂച്ചയെപ്പോലെ മുറിയിലേക്ക് കടന്നു. വിഷം കലർന്ന ആ മരുന്ന് പാത്രം അവനെടുത്ത് ജനാലയിലൂടെ പുറത്തെ മണ്ണിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. എന്നിട്ട് അതേ അളവിൽ പുതിയ കഷായം ഉണ്ടാക്കി അവിടെ വെച്ചു. അനന്യയുടെ നിഷ്കളങ്കമായ ഉറക്കം നോക്കി നിൽക്കുമ്പോൾ ആര്യന്റെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി. പണത്തിനു വേണ്ടി സ്വന്തം മോളെ പോലെ വളർത്തുന്നവളോട് ഇത്രയും ക്രൂരതയോ? അവൻ സ്വയം ചോദിച്ചു. പക്ഷേ ഇപ്പോൾ ബഹളം വെച്ചാൽ രഘു അത് നിഷേധിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ആ വിഷം കലർന്ന പൊതിയുടെ ബാക്കി ഭാഗം അവിടെ തറയിൽ വീണ് കിടക്കുന്നത് അവൻ തെളിവായി എടുത്തു വെച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് പതിവ് പോലെ ചികിത്സയ്ക്കായി ആര്യൻ എത്തിയപ്പോൾ അവന്റെ മുഖത്ത് ഒരു ഗൗരവം ഉണ്ടായിരുന്നു. രഘു അടുത്തുണ്ടായിരുന്നില്ല. ആ അവസരം നോക്കി അവൻ അനന്യയോട് പതിയെ സംസാരിച്ചു തുടങ്ങി. അനന്യ, നമുക്ക് ചുറ്റുമുള്ളവരെയെല്ലാം നമ്മൾ വിശ്വസിക്കാറുണ്ട്. പക്ഷേ ആ വിശ്വാസം ചിലപ്പോൾ നമുക്ക് തന്നെ വിനയാകാറുണ്ട്. അനന്യ അവനെ സംശയത്തോടെ നോക്കി. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ രാത്രി ഞാൻ ഇവിടെ തിരിച്ചു വന്നിരുന്നു. രഘു സാർ നിങ്ങളുടെ മരുന്നിൽ എന്തോ കലർത്തുന്നത് ഞാൻ കണ്ടു. ആ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കാലുകൾ എന്നേക്കുമായി തളർന്നു പോയേനെ. ഞാനത് മാറ്റിവെച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ സുരക്ഷിതയായിരിക്കുന്നത്. അനന്യ അത് കേട്ട് ഞെട്ടിപ്പോയി. ആദ്യം അവൾക്ക് ദേഷ്യമാണ് വന്നത്. നിനക്ക് എങ്ങനെ എന്റെ വല്യച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തോന്നുന്നു? അച്ഛൻ പോയ ശേഷം എന്നെ നോക്കുന്നത് അദ്ദേഹമാണ്. അവൾ ആര്യനോട് തട്ടിക്കയറി. പക്ഷേ ആര്യൻ ശാന്തനായിരുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ മാറ്റമില്ലേ? നിങ്ങളുടെ സ്വത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അമിത താല്പര്യം കാണിക്കുന്നില്ലേ? അവൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ വല്യച്ഛന്റെ പെരുമാറ്റം ഓർത്തെടുത്തു. മുറിയിൽ വരുമ്പോൾ കാണിക്കുന്ന അനാവശ്യമായ വെപ്രാളം, ആര്യനെ പുറത്താക്കാൻ കാണിക്കുന്ന തിടുക്കം, എല്ലാം കൂടി ആലോചിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു സംശയമുള്ള പൊട്ടി. പിറ്റേന്ന് രാവിലെ അനന്യ തളർന്നു കിടക്കുന്നത് കാണാൻ ആവേശത്തോടെയാണ് രഘു അവളുടെ മുറിയിലെത്തിയത്. എന്നാൽ അവിടെ കണ്ട കാഴ്ച അയാളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അനന്യ മുമ്പത്തേക്കാൾ ഉന്മേഷത്തോടെ
ആര്യന്റെ സഹായത്തോടെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നു. അയാളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചിരിക്കുന്നു. എന്താ വല്യച്ഛ ഒരത്ഭുതം പോലെ നോക്കുന്നത്? എനിക്ക് ഇന്ന് നല്ല സുഖം തോന്നുന്നുണ്ട്, അനന്യ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ ആ ചിരിക്കുള്ളിൽ ഒരു കനൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രഘു വിക്കി വിക്കി എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് തടിതപ്പി. അനന്യ തന്റെ നിരീക്ഷണം ശക്തമാക്കി. രഘു പുറത്തു പോയ സമയം നോക്കി അവൾ ആര്യന്റെ സഹായത്തോടെ അച്ഛന്റെ പഴയ ലൈബ്രറി മുറിയിലും രഘുവിന്റെ മുറിയിലും തിരച്ചിൽ നടത്തി. അവിടെ ഒരു ലോക്കറിൽ ഒളിപ്പിച്ചു വെച്ച രേഖകൾ കണ്ടപ്പോൾ അവൾ തകർന്നുപോയി. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം ബോധമില്ലാതെ കിടന്ന നാളുകളിൽ അനന്യയുടെ വിരലടയാളം പതിപ്പിച്ച് പല ആധാരങ്ങളും അയാൾ തന്റെ പേരിലാക്കി മാറ്റിയിരുന്നു. കുടുംബ ബിസിനസിന്റെ വലിയൊരു ഭാഗവും വിലപിടിപ്പുള്ള വസ്തുക്കളും അയാൾ സ്വന്തമാക്കി കഴിഞ്ഞു. താൻ ഇത്രയും കാലം സ്നേഹിച്ച വിശ്വസിച്ച വലിയച്ഛൻ വെറുമൊരു കള്ളൻ മാത്രമല്ല, തന്റെ ജീവിതം തകർത്ത പഞ്ചകൻ കൂടിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരല്ല, പകരം പ്രതികാരത്തിന്റെ അഗ്നിയാണ് വന്നത്. അവൾ ആര്യനെ നോക്കി പറഞ്ഞു, ആര്യൻ, ഇത്രയും കാലം ഞാൻ ഇയാളെ ദൈവത്തെ പോലെ കണ്ടു. എന്റെ അച്ഛന്റെ ചോരയാണ് ഇയാൾ കുടിക്കുന്നത്. എനിക്ക് ഇനി നടക്കണം. നടക്കുകയല്ല, ഇയാൾക്ക് മുന്നിൽ കരുത്തോടെ എഴുന്നേറ്റ് നിൽക്കണം. എന്റെ കുടുംബത്തെ തകർത്തതിന് ഇയാൾക്ക് ഞാൻ മറുപടി നൽകും. ആര്യൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അനന്യ, 6 മാസം തികയാൻ ഇനി വെറും 10 ദിവസമേ ഉള്ളൂ. ആ 10ാം ദിവസം നിങ്ങൾ ഈ വീൽചെയറിൽ നിന്നല്ല, നിങ്ങളുടെ സ്വന്തം കാലിൽ നടന്നു ചെന്ന് വേണം അയാൾക്ക് മറുപടി നൽകാൻ. അടുത്ത ദിവസം രാവിലെ രഘു വന്നപ്പോൾ അനന്യ ആ രേഖകളുമായി അയാളെ നേരിട്ടു. വല്യച്ഛ, എന്തിനാണ് അച്ഛന്റെ ബിസിനസ് ഷെയറുകൾ ഇത്രയും നിങ്ങളുടെ പേരിലേക്ക് മാറ്റിയത്? എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? അനന്യയുടെ ചോദ്യം നേരിട്ടായിരുന്നു. രഘു ആദ്യമൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ കപടമായ ഒരു ചിരി മുഖത്ത് വരുത്തി. അയ്യോ മോളെ, അത് നീ തളർന്നു കിടക്കുകയല്ലായിരുന്നോ? ആ സമയത്ത് കമ്പനിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിനക്ക് സുഖമില്ലാത്തതുകൊണ്ട് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയ ഞാനല്ല ഏറ്റെടുത്തത്. നീ എണീറ്റ് വരുമ്പോൾ എല്ലാം നിനക്ക് തന്നെ തിരിച്ചു തരാനുള്ളതാ. അയാൾ പറഞ്ഞൊഴിഞ്ഞു മാറിയെങ്കിലും അനന്യയുടെ കണ്ണുകളിലെ സംശയം അയാളെ പേടിപ്പിച്ചു. തന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി അവൾ പൊളിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവൾ പൂർണ്ണമായി സുഖം പ്രാപിച്ചാൽ താൻ ജയിലിലാകുമെന്ന് അയാൾ ഉറപ്പിച്ചു. അനന്യയെ നിശബ്ദയാക്കാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവളെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുക. അങ്ങനെ 2 ദിവസത്തിന് ശേഷം മേരിക്ക് അത്യാവശ്യമായി അവളുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. ആ രാത്രി ആ വലിയ ബംഗ്ലാവിൽ ഒരു മരണ നിശബ്ദത പടർന്നിരുന്നു. മേരി വീട്ടിൽ പോയതുകൊണ്ട് താൻ തനിച്ചാണെന്ന ഭയം അനന്യയെ അലട്ടിയിരുന്നു. അനന്യ ഉറക്കത്തിലേക്ക് വഴുതി വീണ ആ നിമിഷം ഒരു നിഴൽ പോലെ രഘു അവളുടെ മുറിയിലേക്ക് കടന്നു. കയ്യിലുണ്ടായിരുന്ന തലയണ അവളുടെ മുഖത്തേക്ക് അമർത്തിക്കൊണ്ട് അയാൾ തന്റെ ക്രൂരത വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ സ്വത്തുക്കളാണ് അനന്യ. ആ മഞ്ഞുവീണ മലഞ്ചെരുവിൽ നിന്റെ അച്ഛനെയും അമ്മയെയും അനിയനെയും ഇല്ലാതാക്കാമെങ്കിൽ എനിക്ക് തീർച്ചയായും നിന്നെയും തീർക്കാൻ ഒരു പ്രയാസവുമില്ല. ശ്വാസം കിട്ടാതെ പിടയുമ്പോഴും തന്റെ കുടുംബത്തിന്റെ കൊലപാതകി മുന്നിൽ നിൽക്കുന്ന വല്യച്ഛനാണെന്ന സത്യം അനിയയെ തളർത്തിക്കളഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി. എന്നാൽ ആ നിമിഷം ഒരിടിമിന്നൽ പോലെ ആര്യൻ മുറിയിലേക്ക് പാഞ്ഞു കയറി. ശക്തമായ ഒരു മൽപ്പിടുത്തത്തിലൂടെ ആര്യൻ രഘുവിനെ തറയിലിട്ടു. ആര്യന്റെ നിരീക്ഷണം തെറ്റിയിരുന്നില്ല. രഘു എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് അവൻ വീടിന് പുറത്ത് കാവലുണ്ടായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആര്യൻ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തിയിരുന്നു. കൈവിലങ്ങുകൾ അണിയുമ്പോൾ രഘുവിന്റെ മുഖത്ത് ഭയമായിരുന്നു. ആര്യൻ അവനെ നോക്കി ഉറക്കെ പറഞ്ഞു, നിന്റെ പാപങ്ങളുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. പോലീസ് അയാളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അനന്യ തകർന്നു പോയിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു പുതിയ കരുത്തുദിച്ചു. പോലീസ് വണ്ടിയുടെ ശബ്ദം അകന്നു പോയപ്പോൾ മുറിയിൽ വീണ്ടും നിശബ്ദത പടർന്നു. ബെഡിൽ തളർന്നിരിക്കുന്ന അനന്യയുടെ അരികിലേക്ക് ആര്യൻ ചെന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ഇപ്പോഴും കണ്ണീർ വാർന്നുകൊണ്ടിരുന്നു. അനന്യ, എല്ലാം അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് ആരെയും ഭയപ്പെടാനില്ല, ആര്യൻ ആശ്വാസത്തോടെ പറഞ്ഞു. അനന്യ പതുക്കെ അവന്റെ കൈകളിൽ പിടിച്ചു. 6 മാസത്തെ ആ പന്തയം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആര്യനാണ്. അവൾ പതുക്കെ അവനെ നോക്കി പറഞ്ഞു, നമ്മുടെ പന്തയം, അതിൽ നീയാണ് ജയിച്ചത്. നീ എന്നെ ചികിത്സിച്ച് ഭേദമാക്കി. എന്റെ കുടുംബത്തിന്റെ കൊലപാതകയെ പിടിച്ചു തന്നു. ആ പന്തയത്തിൽ പറഞ്ഞതുപോലെ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. ഈ സ്വത്തുക്കളെല്ലാം നിനക്കുള്ളതാണ്. ആര്യൻ ഒരു ചെറു ചിരിയോടെ അവളുടെ തലയിൽ തലോടി.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനന്യ, എനിക്ക് നിങ്ങളുടെ സ്വത്തോ പണമോ വേണ്ടെന്ന്. നിങ്ങളെ പഴയ പോലെ കാണുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അവൻ അവളുടെ കൈ വിടുവിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ ആ അത്ഭുതം വീണ്ടും സംഭവിച്ചു. ആര്യൻ, നിൽക്കൂ! അനന്യയുടെ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടു. ആര്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാസങ്ങളായി വീൽ ചെയറിൽ ഒതുങ്ങിക്കൂടിയ ആ പെൺകുട്ടി തന്റെ സർവ്വശക്തിയും സംഭരിച്ച് വിറയ്ക്കുന്ന കാലുകളോടെ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കുന്നു. ആര്യന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ ചികിത്സയും അവളുടെ ആത്മവിശ്വാസവും വിജയിച്ചിരിക്കുന്നു. അനന്യ പതുക്കെ വിറയ്ക്കുന്ന കാലുകളോടെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. പിന്നെ അടുത്തത്. അവൾ നടക്കുകയാണ്. ആ പൂമുഖത്ത് നിലാവെളിച്ചത്തിൽ അനന്യ നടന്നു ചെന്ന് ആര്യന്റെ കൈകളിൽ പിടിച്ചു. പന്തയങ്ങൾക്കും പണത്തിനുമപ്പുറം സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും പുതിയൊരു കഥ അവിടെ തുടങ്ങുകയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.